ഇടതുമുന്നണിയിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഘടകകക്ഷികളിൽ നിയമസഭയിലെ പ്രാതിനിധ്യം സി പി എമ്മിനെ കൂടാതെ സി പി ഐക്കും ആർ ജെ ഡിക്ക് ഒരു എം എൽ എ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും തങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്നുള്ള സി പി ഐയുടെ ആവശ്യം പിണറായി വിജയൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഉളുപ്പില്ലാതെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അന്ന് മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ ഉപദേവ സ്ഥാനം മാർക്കണം സി പി ഐക്കോ സി പി എമ്മിനെ ചോദിച്ചപ്പോൾ അത് സംശയം ഉണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സി പി എമ്മിന് തന്നെയാണ്, സി പി ഐക്ക് അല്ല എന്ന് പറഞ്ഞു. അതായത് ഇപ്പം ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷിയിൽ 3 കക്ഷികളേ ഉള്ളൂ, സി പി എമ്മും സി പി ഐയും പിന്നെ ഈ ആർ ജെ ഡിക്ക് ഒരു എം എൽ എ ഉണ്ട്, ആർ ജെ ഡിക്കുള്ള ഒരു എം എൽ എ. അപ്പം ഇടതുമുന്നണി വളരെ ദുർബലവുമാണ്. ഈ ഇടതുമുന്നണിക്ക് നിയമസഭയിൽ നിന്ന് ഇനി കിട്ടാൻ സാധ്യതയുള്ളത് യഥാർത്ഥത്തിൽ രാജ്യസഭാ സീറ്റ് മാത്രമാണ്. അതെ, ഈ രാജ്യസഭാ സീറ്റ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ 36 പേരുണ്ടെങ്കിൽ ഒരു രാജ്യസഭ, കാര്യം 3 എം പിമാരാണ് എപ്പോഴും ഒഴിവ് വരുന്നത്. അതുകൊണ്ട് തന്നെ 36 പേരുണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റൂ. അവർക്ക് 36 ഇല്ല. പിന്നെ ഈ പ്രിഫറൻഷ്യൽ വോട്ടിംഗ് സിസ്റ്റം അവിടെ നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 സീറ്റിലും വേണമെങ്കിലും യു ഡി എഫിന് ജയിക്കാം. ഈ 2ാം വോട്ടിന്റെ കാര്യത്തിൽ ജയിക്കാൻ പറ്റും. അതേസമയം 2ാം വോട്ടിന്റെ കാര്യത്തിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം ഉള്ളതെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് 3 പേരും കൂടെ ഉള്ളതുകൊണ്ട് ഈ 2ാം വോട്ട് വരുമ്പോഴിത് ആപ്പട ഒരു വല്ലാത്ത ഈ 2ാം വോട്ട് എണ്ണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോസസ്സാണ്. അപ്പോൾ അതിൽ എന്ത് സംഭവിക്കാം? അപ്പം 2 സീറ്റ് കോൺഗ്രസിന് ഉറപ്പിക്കുക അല്ലെങ്കിൽ യു ഡി എഫിന് ഉറപ്പിക്കുക. ഒരു സീറ്റിൽ അവർക്ക് നല്ല സാധ്യതയുണ്ട്. ഈ സാധ്യതയിൽ ഇപ്പൊ തന്നെ ഈ ഒരു ആർ ജെ ഡി എന്ന് പറയുന്ന കക്ഷി അപ്പുറത്തോട്ട് മാറിയാൽ തന്നെ അവരെ സാധ്യത വളരെ കൂടും. ഈ രാജ്യസഭാ സീറ്റിൽ ആർ ജെ ഡി ആണെങ്കിൽ ശ്രേയംസ് കുമാറിന് രാജ്യസഭാ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ശ്രേയംസ് കുമാർ അപ്പൊ തന്നെ ചാടും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി ഐ അതിശക്തമായ നിലപാടുകൾ ഇപ്പൊ എടുക്കുന്നത്. സി പി ഐയെ പറ്റി പറയുകയാണെങ്കിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ ഒരു വലിയ അകൽച്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിന് കാരണം പിണറായി വിജയൻ പറഞ്ഞത് വളരെ മോശം ഭാഷയാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇങ്ങനെ പിണറായി വിജയനെ കൊണ്ട് പറയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിക്കൊടുത്തത് സി പി ഐ ആണ്. കാര്യം പറഞ്ഞാല് ഈ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളെയും ഇവർ കണ്ണും പൂട്ടി പിന്തുണയ്ക്കുകയായിരുന്നു. വായും പൂട്ടി നിന്ന് പിണറായി വിജയന്റെ മുന്നിൽ സി കെ ചന്ദ്രപ്പനും വെളിയം ഭാർഗവനും ഒക്കെ ആയിരുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിമാര്. അന്ന് പിണറായി വിജയൻ ഇവരെ വെളിയം ഭാർഗവനെയൊക്കെ പിണറായി വിജയൻ മോത്തോലും നോക്കത്തില്ല. പിന്നെ ആശാനാണ്. പിണറായി വിജയൻ എന്ന് വെളിയും വിളിക്കൂലല്ലോ, വിജയൻ എന്നേ പറയുള്ളൂ. അത്ര സീനിയർ ആയിട്ടുള്ള ആളല്ല അദ്ദേഹം. സീനിയർ എന്ന് മാത്രമല്ല, സീനിയർ ആവുന്ന കാര്യമല്ല, നിലപാട് സാധനമുണ്ട്. സി പി ഐയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇടതുമുന്നണിയിൽ എന്നും പ്രധാനപ്പെട്ടതായിരുന്നു. സി കെ ചന്ദ്രപ്പൻ അന്ന് ഡി ഐ സി ഇടതുമുന്നണിയിൽ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വെളിയത്തിന്റെ ഒറ്റ നിലപാടാണ്, എടുക്കാൻ പറ്റില്ല. സി കെ ചന്ദ്രപ്പന്റെ പല നിലപാടുകളും അദ്ദേഹം സൗമ്യനാണെങ്കിൽ അദ്ദേഹം വളരെ ശക്തനായിരുന്നു. പുള്ളിയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വെളിയത്തിനേക്കാൾ സമരം നയിച്ച വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന സി കെ കുമാരപ്പണിക്കരുടെ മകനാണ് അദ്ദേഹം. ആ ഒരു അച്ഛന്റെ ഒരു തന്റെ അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിരുന്നു. സൗമ്യനാണെങ്കിൽ അദ്ദേഹം വിട്ടുകൊടുക്കൂലായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് കാനൻ രാജേന്ദ്രനിലേക്ക് വരുന്നത്. കാനത്തിലെത്തിയപ്പോഴാണ് ഇതിനൊരു അപജയം സംഭവിച്ചത്. അപ്പോഴെന്ന് പറഞ്ഞാല് സി പി ഐയുടെ നേതൃത്വത്തിൽ വരുന്നവര് അധികാരമോഹികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടണം എന്നുള്ള താല്പര്യക്കാരായി അവിടെ മുതൽ മാറുകയാണ്. എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാവുന്നതാണ്. പിന്നെ പിണറായി വിജയന് വഴങ്ങിക്കൊടുക്കുകയാണ്. കാനത്തിന്റെ ശിഷ്യൻ എന്ന രീതിയിലാണ് ബിനോയ് വിശ്വം സി പി ഐയിലേക്ക് വരുന്നത്. അന്ന് തന്നെ ഒരു വിവാദം ഉണ്ടായിരുന്നു. കാനൻ രാജേന്ദ്രൻ മരണക്കിടക്കയിൽ കിടന്ന് അന്നും ഇന്നും അദ്ദേഹം തന്നെയാണ് സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയോട് പറയാണ് എന്റെ പിൻഗാമിയായിട്ട് ബിനോയ് വിശ്വത്തിനെ വയ്ക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ബിനോയ് വിശ്വത്തിനെ സെക്രട്ടറി ആക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ വേറെ ഒരുപാട് പേര്, അർഹതപ്പെട്ട ഒരുപാട് പേര് ഉണ്ട്. അപ്പൊ അവരെ എല്ലാം തഴഞ്ഞ് ബിനോയ് വിശ്വം വരുന്നു. ബിനോയ് വിശ്വം കഴിഞ്ഞ സെക്രട്ടറി ആയതിനു ശേഷം പിണറായി വിജയൻ പറഞ്ഞതെല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയും അതിനെ ചോദ്യം ചെയ്യുന്നവരെ പരിഹസിച്ച് പോകുന്ന നിലപാടുമാണ് ബിനോയ് വിശ്വം എടുത്തിരുന്നത് എല്ലാ വിഷയത്തിലും. ഈ ഇടതുമുന്നണിക്കെതിരെ പൊതുസമൂഹം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വിമർശനങ്ങളിലും പിണറായി വിജയനെ പരസ്യമായി പിന്തുണയ്ക്കുകയും, അതായത് ഭരണത്തിൽ കൂടെ നിൽക്കുമ്പം കൂട്ടുത്തരവാദിത്തമാണ് വലുത്, നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും വിമർശിക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് ബിനോയ് വിശ്വം എല്ലാ സി പി ഐ അണികൾക്കും കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ബിനോയ് വിശ്വം നമ്മൾ ഓരോ സംഭവങ്ങളിലും എടുത്ത ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പാർട്ടി സെക്രട്ടറി എന്നുള്ളതില്ല. അദ്ദേഹം പിണറായി പറഞ്ഞത് ശരി. ഇടതുമുന്നണി നേരത്തെ രമേശ് പറഞ്ഞ പോലെ ഇടതുമുന്നണി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അതിൽ പ്രശ്നം ഉണ്ടാക്കരുത്, മുന്നണി പോകണം എന്നുള്ള രീതിയിൽ എല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ മന്ത്രിമാരെ വെച്ചതെല്ലാം കുറച്ചും കൂടെ മെച്ചപ്പെട്ട മന്ത്രിമാരെ വെച്ചിരുന്നെങ്കിൽ മെച്ചപ്പെട്ട രീതിയിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യുക. അല്ല, നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, 69 പിന്നെ ഇവർ ഒരുമിച്ച് നിന്നതിന് ശേഷം അവർ മുന്നണി വിട്ടുപോയി. EMS മന്ത്രിസഭയിൽ നിന്ന് മാറി അച്യുതമേനോൻ രൂപീകരിച്ച കോൺഗ്രസിന് പിന്നെ പിന്തുണയോട് മുഖ്യമന്ത്രി ആവുന്നു. പിന്നീട് 1979 ശേഷമാണ് 80 അടുപ്പിച്ചാണ് പിന്നെ ഇവർ വീണ്ടും ഒന്നിക്കുന്നത്. അതിന് CPIക്ക് കൊടുക്കേണ്ടത് അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനമാണ്. PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസ്സുകാർ 2 CPIക്കാർ അവർക്ക് MLA കൂടെ ഒരു മുഖ്യമന്ത്രിയാക്കി.
അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കി, PK വാസുദേവനെ മുഖ്യമന്ത്രിയാക്കി. 77 മന്ത്രിസഭയ്ക്ക് നിയമസഭയ്ക്ക് 82 വരെ തുടരാമായിരുന്നു. അതെ. അന്ന് ആദ്യം കെ കരുണാകരൻ രാജിവെക്കുന്നു, AK രാജിവെക്കുന്നു, തുടർന്ന് PKV മുഖ്യമന്ത്രിയാവുന്നു. അദ്ദേഹത്തിന് അന്ന് ഇടതുപക്ഷ ഐക്യത്തിനോട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് അയക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇവർ കോൺഗ്രസിന് വന്നിരുന്നെങ്കിൽ CPIക്ക് പിന്നെ ഒരു വിലയും മാനമെങ്കിലും ഉണ്ടായിരുന്നു. അതെന്തായാലും അത് പോയി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ പിണറായി വിജയനെ കണ്ണം പൂട്ടി പിന്തുണച്ച് ബിനോയ് വിശ്വം പണി വാങ്ങിച്ചു. അതെ. എന്നിട്ട് അധികാരം പോയപ്പോൾ ബിനോയ് വിശ്വം പെട്ടെന്ന് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. പിണറായി വിജയനെ പൂർണ്ണമായും, അതായത് പിണറായി വിജയന്റെ മകൾക്കെതിരെ വീണ വിജയനെതിരായ ആരോപണങ്ങൾ അന്നും പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നതാണ്. അന്ന് CPI പിണറായിയെ പിന്തുണയ്ക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ പറയാണ് ബിസിനസ് വേറെ, രാഷ്ട്രീയം വേറെ. ബിസിനസ് വേറെ, രാഷ്ട്രീയം വേറെ. അത് അന്നേ പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ പിണറായി വിജയനെ പോലൊരു, പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും കുറച്ച് നിലപാടുള്ള രാഷ്ട്രീയ നേതാവാണ്. പിണറായി വിജയൻ ഇതെല്ലാം മനസ്സിലാവും. അധികാരം ഉണ്ടായിരുന്നപ്പം ബിസിനസ്സും രാഷ്ട്രീയവും ഒക്കെ ഒന്നാണ്. അധികാരം പോയി CPM പ്രതിപക്ഷത്തായപ്പം ബിസിനസ്സും രാഷ്ട്രീയവും ബിനോയ് വിശ്വത്തിന് രണ്ടാവുന്നു. മാത്രമല്ല കഴിഞ്ഞ അവിടെ CPIയുടെ ഉന്നത യോഗങ്ങളിലൊക്കെ തന്നെ ബിനോയ് വിശ്വത്തിന് സ്വന്തം പാർട്ടിക്കകത്ത് രൂക്ഷമായ വിമർശനം ഉണ്ടായി. കഴിഞ്ഞ കുറേ കാലമായിട്ട് ബിനോയ് വിശ്വത്തിന് എതിരെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം വിമർശനങ്ങൾ ഉണ്ടാവാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇസ്മയിൽ പക്ഷത്തിന് പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് വെട്ടിനിരുത്തി. ഇസ്മയിൽ എന്ന് പറഞ്ഞ നേതാവ് CPIയിൽ ഉണ്ടായിരുന്നെങ്കിൽ CPIക്ക് ഇപ്പോഴും ഈ ഗതി വരില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാടുണ്ടായിരുന്നു. ഇസ്മായിൽ പക്ഷത്തെ പൂർണ്ണമായും വെട്ടിനിരത്തി. അതായത് CPMൽ പിണറായി വിജയൻ എന്താണോ ചെയ്തത് അത് ശാന്ത മുഖത്തോടെ ബിനോയ് വിശ്വം ചെയ്തു. അവിടെ ബിനോയ് വിശ്വത്തിന്റെ ആളുകൾ മാത്രമേ ഇപ്പൊ CPIയിലൊക്കെ ഉള്ളൂ. പ്രധാനപ്പെട്ട എല്ലാവരും വെട്ടിനിരത്തി. ആരുമില്ല. അതായത് ചോദ്യം ചോദിക്കാനുള്ള ആരുമില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന VS സുനിൽകുമാറാണ്. VS സുനിൽകുമാർ ലോക്സഭയിൽ തോറ്റതോടെ VS സുനിൽകുമാറിനും അദ്ദേഹം അന്തം വിട്ടു. അതെ, അന്തം വിട്ടുപോയി. അദ്ദേഹത്തിന് ആ തോൽവി അങ്ങോട്ട് അംഗീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതെ. പ്രകാശ് ബാബു പിന്നെ ഈ പ്രായപരിധിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് പ്രകാശ് ബാബുവിനും അറിയാം ഇനി ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, പ്രായം കഴിഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാല് പ്രകാശ് ബാബു സംസ്ഥാന സെക്രട്ടറി ആവാൻ എല്ലാ തരത്തിലും അർഹതയുള്ള ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ, പക്ഷെ പ്രകാശ് ബാബു ഇനി ഇപ്പൊ ഒന്നിനും ഇറങ്ങാത്തെന്ന് പറഞ്ഞാൽ പ്രകാശ് ബാബുവിന് ഇനി സെക്രട്ടറി ആവുക എന്നൊക്കെ പറഞ്ഞാൽ പ്രായപരിധിയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ ഇവര് ദിവാരൻ അദ്ദേഹത്തിനെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് അകറ്റി. അപ്പം ഈ പാർട്ടിയിൽ ബിനോയ് വിശ്വത്തിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന നേതാക്കളൊന്നും ഇപ്പൊ ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ ബിനോയ് വിശ്വം ഈ CPMനെ കുറ്റം പറയുമ്പോൾ വളരെ വൈകിപ്പോയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ നേരത്തെ തുടങ്ങേണ്ടായിരുന്നു. ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ തന്നെ ഇതൊക്കെ ചോദ്യം ചെയ്യണമായിരുന്നു. അങ്ങ് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയൻ ഇങ്ങനെ പരിഹസിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാൻ ഒരു നിർദ്ദേശമുണ്ട്. അതല്ലെങ്കിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് സ്വന്തം സ്ഥാനാർത്ഥിയെ നടത്തണം. ഇതൊക്കെ പറയാമെന്നുള്ള, ഇതൊക്കെ പ്രായോഗികമാവുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസം. പക്ഷേ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ CPIക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഉറപ്പായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യുകയും CPI സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും. അത് വേറെ ഒരു സംശയം വേണ്ട. അങ്ങനെ ഇടതുമുന്നണി തകരും. ഇടതുമുന്നണി തകർന്ന് ഇവർക്ക് UDF പോകേണ്ടി വരും. UDF പോകേണ്ട. UDFന് ഇപ്പൊ തന്നെ 102 സീറ്റുണ്ട്. ഇതിന്റെ ഇടയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ, അതായത് കേരളത്തിലെ രാഷ്ട്രീയം മാറി മറിയും. UDFിലേക്ക് പോയാൽ ഒരുപക്ഷെ CPM സർവനാശത്തിലേക്ക് പോകും. അതിന്റെ ആ ഒരു പ്രതിപക്ഷത്തിന്റെ പോയിന്റിലേക്ക് BJP കടന്നു വരാനുള്ള സാധ്യത പോലും കേരളത്തിലുണ്ടാവും. കേരളത്തിൽ BJP കുറച്ച് നല്ലൊരു നേതൃത്വത്തിലേക്ക് കൊണ്ട് ശ്രദ്ധിക്കുകയും കേന്ദ്ര നേതൃത്വം നേരിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കാൻ ചെയ്താൽ BJP വലിയ ഭീഷണിയായി മാറുന്നുള്ള ഉറപ്പാണ്. ഞാൻ പറഞ്ഞതിൽ ബിനോയ് വിശ്വം CPMന്റെ കയ്യിൽ ഭരണവും അധികാരം ഉണ്ടായിരുന്നപ്പം ചെയ്ത തെറ്റുകളെല്ലാം ന്യായീകരിച്ച് CPMന് പൂർണ്ണ സ്വാതന്ത്ര്യം തെറ്റുകൾ ചെയ്യാൻ നൽകിയ ഒരു നേതാവാണ് ബിനോയ് വിശ്വം. അന്ന് CPIയിൽ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഇതിനെതിരെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ബിനോയ് വിശ്വമാണ് അടിച്ചമർത്തിയത്. പല യോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൂട്ടുത്തരവാദിത്തമാണ് വലുത് എന്ന് പറയുന്നത്. നമ്മളെ മുന്നണി സംവിധാനത്തിൽ അതേപോലെ പ്രതിപക്ഷ ഉപനേതാവിനെ പറ്റി വാശി പിടിക്കുന്നതിന് അർത്ഥമില്ല. കാര്യം ഇതുവരെ CPIക്ക് കിട്ടാത്തൊരു പദവിയാണ്. CPI പെട്ടെന്ന് പ്രതിപക്ഷ ഉപനേതാവിന് വേണ്ടി വാശി പിടിക്കുന്നതാണ് CPMനെ ചൂട് പിടിപ്പിക്കാനും ഈ സംവിധാനത്തിൽ നിന്ന് പുറത്തു പോകാനുമാണ് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം പണ്ടൊക്കെ നേരത്തെയും CPM പ്രതിപക്ഷത്തിരുന്ന സമയത്തൊക്കെ ഉപനേതാവ് CPMന് തന്നെയായിരുന്നു. കോടിയേരി ഉപനേതാവായിരുന്നു തന്നെയാണ് കൊടുക്കേണ്ടത് നമ്മൾ വിമർശിക്കുമ്പോഴും. അപ്പൊ ഈ ബിനോയ് വിശ്വം ആസ്ഥാനത്താണ് ഇത്തരം ഒരു വിമർശനം ഉണ്ടാകുന്നത്. പക്ഷെ പിണറായി വിജയൻ മാക്സിമം കാത്തിരുന്നു ചർച്ച ചെയ്യാൻ ചിലപ്പോൾ കൊടുക്കപോലും ചെയ്യായിരുന്നു. അപ്പോഴാണ് വീണ വിജയന്റെ കേസിന് ബിനോയ് വിശ്വം അത് പൊളിറ്റിക്കൽ ബിസിനസ്സുമായിട്ട് വേർതിരിക്കണമെന്ന് പറഞ്ഞു. ബിസിനസ് എന്നുള്ള വാക്ക് ഒരു പക്ഷേ ഈ പിണറായിയെ സംബന്ധിച്ചിടത്തോളം അയാളെ പാർട്ടിയെ തന്തയ്ക്ക് വിളിച്ചാൽ അയാൾ സഹിക്കും. പക്ഷേ വീട്ടുകാരെ കുറിച്ചൊന്നും പറഞ്ഞ പിണറായി ഒരിക്കലും സഹിക്കും. അതെ, ബിനോയ് വിശ്വത്തിന് അതേപോലെ പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത കാര്യം അവരൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോയതാണ്. അധികാരം പോയപ്പോൾ അത് ബിനോയ് വിശ്വം അതെല്ലാം മറക്കുകയും പിണറായി വിജയനെതിരെ ഒരു പോരാളിയുടെ വേഷം കെട്ടി വരികയും ചെയ്യുന്ന പിണറായി. മാത്രമല്ല നമ്മുടെ അറിയാവുന്ന CPM നേതാക്കൾ പലരും നമ്മുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട്.
ഇവർക്ക് സ്വന്തമായിട്ട് പഞ്ചായത്തിൽ ഈ CPIക്കാർക്ക് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള കഴിവുണ്ടോ? അതെ അത് ഞങ്ങളെ കനുകൊണ്ടല്ലേ ഇവരെല്ലാം ജയിച്ച ഇതൊക്കെ ആവുന്നത്. അല്ല ഒറ്റയ്ക്ക് മത്സരിച്ച് നോക്കട്ടെ എങ്ങനെ ഇരിക്കുമെന്നറിയാം. 65 മത്സരിച്ചിരുന്നല്ലോ, ദയനീയമായിട്ട് പരാജയപ്പെട്ടു. CPI അടുത്തും തോറ്റു. വലിയ 6 ശതമാനം വരെ ആലപ്പുഴ മഹാനായ ആ മനുഷ്യ ആ നേതാവ് വരെ തോറ്റു. അപ്പോൾ അത് പിന്നെ അതിനും പണ്ട് CPMകാർ വരെ കളിയാക്കി മുദ്രാക്കി വിളിച്ച കാര്യം ഞങ്ങൾക്ക് അറിയാമേ. പൂജ്യം കിട്ടി കുറവാണ്. ഡാങ്കോയിസ്റ്റുകളായി വിനോയ് വിശ്വം മാറാനാണ് അതാണ് ഡാങ്കോയിസ്റ്റ്. അതായത് കോൺഗ്രസിലാണ് ഈ CK ചന്ദ്രപ്പന് ആഗ്രഹം കുറച്ചുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പാർട്ടിയിലെ എതിർപ്പൊക്കെ കാരണം അദ്ദേഹം ഭരണത്തെ വെല്ലുവിളിക്കുമ്പോൾ അതിനൊരു മാറ്റത്തിന് മുതിർന്നില്ല, മുന്നണി മാറ്റം. പക്ഷെ ബിനോയ് വിശ്വത്തിന് അതിലേക്ക് പോകേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം. അല്ല, ഇത് അണികൾ മുഴുവൻ അവർക്ക് ഭയങ്കര എതിരാണ്. നമ്മൾ അറിയാവുന്ന CPI നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവർ ഭയങ്കര നിരാശരാണല്ലേ. അവർ പറഞ്ഞത് ഇവർ ഈ ആടിവാള പോലെ ഇവന്മാർ പറഞ്ഞതനുസരിച്ച് നമ്മൾ എന്തിനാണ് ഇവരോട് നിൽക്കുന്നത് എന്നുള്ള അവർ പറഞ്ഞു വെക്കുന്നത്. അതും ഈ വലിയ മഹാന്മാരായ ഒരുപാട് ശക്തരായ നേതാക്കളുണ്ടായിരുന്നൊരു പറയമ്മ ഗോവന്നാർ, അച്യുതമേനോനും PKVയും TV തോമസും അങ്ങനെ ഒരു വലിയ നീണ്ട നിര ഉണ്ടായിരുന്നു. തിരുത്തേണ്ട സമയത്ത് പിണറായി വിജയനെ ബിനോയ് വിശ്വം തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പം അത് എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, കാലത്തിന്റെ കാലത്തിന്റെ കീഴടങ്ങലങ്ങ് തുടങ്ങി. അത് ഏറ്റെടുത്ത് ബിനോയ് വിശ്വം കീഴടങ്ങലിലേക്ക് തന്നെ പോയി. അധികാരം ഉണ്ടായിരുന്നു. 10 വർഷം അധികാരത്തിൽ ഇരുന്നില്ലേ. 10 വർഷത്തെ അധികാരത്തിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ലല്ലോ. CPI സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കൃഷി വകുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും അധികം പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള വകുപ്പാണ് ഈ കൃഷി വകുപ്പ് എന്ന് പറയുന്നത്. അപ്പം സ്വന്തം പാർട്ടിക്കാരെല്ലാവരെയും അവിടുത്തെ ചെയർമാൻ സ്ഥാനങ്ങളിലൊക്കെ അവർക്ക് ഇരുത്താനൊക്കെ ഉള്ളൊരു അവസരം കിട്ടി നന്നായിട്ട്. ഈ മേജർ വകുപ്പുകൾ പലതും CPMന്റെ കയ്യിലാണെങ്കിൽ പോലും ഇത്രയും പൊതുമേഖലാ സ്ഥാപനം വേറെ ആർക്കും ഇല്ല. എന്തായാലും രാജ്യസഭാ സീറ്റിൽ CPI സ്ഥാനാർത്ഥി നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും അടുത്ത വർഷമാണ് രാജ്യസഭ ഇനി ഇലക്ഷൻ ഉള്ളത്, 27. അപ്പോൾ ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടതുമുന്നണി ഒരു വഴിത്തിരിവിൽ നിൽക്കുകയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. CPI മാറിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, രാജ്യസഭയിൽ ഇടതുപക്ഷ അംഗങ്ങൾ ഇല്ലാതാവും. അത് ശരിയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഡോക്ടർ ശിവദാസ്, പിന്നെ ബ്രിട്ടാസ്, റഹീം ഇവർ ഏതാണ്ട് 1 വർഷം 1.5 ഞാൻ പറഞ്ഞ 5 കൊല്ലം കൊണ്ട് തന്നെ രാജ്യസഭയിൽ ഇടതുപക്ഷം ഇല്ലാത്ത അവസ്ഥ വരും. അതേസമയം CPI ഇപ്പം മാറിയാൽ CPIയുടെ പ്രതിനിധി അവിടെ ഉണ്ടാവുകയും ചെയ്യും. CPI സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ അവർ രാജ്യസഭാംഗങ്ങളെ ഉള്ളൂ. അവർക്ക് ലോക്സഭയിൽ അംഗങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് CPIക്ക് ഇപ്പോൾ. ഏതായാലും ഈ കൊച്ചേട്ടനും വലിയേട്ടനും തമ്മിലുള്ള ഈ തർക്കം ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. ഏതായാലും ബിനോയ് വിശ്വം നിലപാടെടുത്താലും അണികൾ മൊത്തത്തിൽ അടഞ്ഞു നിൽക്കുക തന്നെയാണ്. CPMനെ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവരെല്ലാവരും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്.